സർ, അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയ പ്രഖ്യാപനം കേട്ട് രാജ്യമൊട്ടാകെ, കേരളം മാത്രമല്ല രാജ്യമൊട്ടാകെ ഞെട്ടിയിരിക്കുകയാണ്. ഇത്രയേറെ പ്രഖ്യാപനങ്ങൾ യു.ഡി.എഫ് അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്ത് നടപ്പിലാക്കും എന്നാണെങ്കിൽ എന്തുകൊണ്ട് യു.ഡി.എഫിന് വോട്ട് ചെയ്തുകൂടാ എന്നാണ് ഞാനടക്കമുള്ള ഓരോരുത്തരും ചിന്തിച്ചു പോയത്. പക്ഷേ ഈ പ്രഖ്യാപനം യു.ഡി.എഫ് എങ്ങനെ നടപ്പിലാക്കും എന്നത് ആലോചിച്ചപ്പോഴാണ് ഒരു വലിയ പ്രതിസന്ധി മുന്നിലുണ്ട് എന്ന കാര്യം ഞങ്ങൾക്ക് പോലും ഓർമ്മ വന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് യു.ഡി.എഫ് അത് മറച്ചുവെച്ച് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തി എന്നതാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഈ പ്രഖ്യാപനം നടത്തിയത് സോണിയാഗാന്ധി ഉൾപ്പെടെ വലിയൊരു ഫണ്ട് അദ്ദേഹത്തിന് കേരളത്തിലേക്ക് ഒഴുക്കാൻ നൽകും എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള നടപടിയിലേക്ക് കോൺഗ്രസ് കേരളത്തിന് വേണ്ടി കടക്കാൻ സാധ്യതയുണ്ട്? അത് അങ്ങനെയൊന്നും അല്ല നീതു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു തന്ത്രമാണിത്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് നമ്മളെ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് നമ്മളിവിടെ നമ്മുടെ സംസ്ഥാനത്ത് തേനും പാലും ഒഴുക്കും, ഞങ്ങള് എന്തും ചെയ്ത് കളയും, നിങ്ങൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ തന്നുകളയും, ഇൻഷുറൻസ് തന്നുകളയും, വണ്ടിയിലൊക്കെ സൗജന്യമായിട്ട് കൊണ്ടുപോകും, ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും. പക്ഷെ അത് സാധാരണഗതിയിൽ പണ്ട് കാലം വരെ ഉണ്ടായിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു മിനിമം തലത്തിൽ നിന്നേ സംസാരിക്കത്തുള്ളായിരുന്നു. അതായത് പ്രായോഗിക തലത്തിൽ നിന്ന് മാത്രമേ സംസാരിക്കത്തുള്ളായിരുന്നു എല്ലാ രാഷ്ട്രീയ കക്ഷികളും. പ്രത്യേകിച്ച് കേരളം ഭരിച്ചിരുന്ന LDF ആണെങ്കിലും UDF ആണെങ്കിലും അതുപോലെ തന്നെ BJP അവരൊക്കെ കാര്യങ്ങളെ ഒക്കെ ഒരു നമുക്ക് ചെയ്യാവുന്ന ഒരു പരിധി ഉണ്ടല്ലോ, ആ പരിധിക്കും പരിമിതിക്കുള്ളിൽ നിന്ന് മാത്രമേ സംസാരിക്കത്തുള്ളായിരുന്നു. ഇപ്പൊ അത് നേരെ മാറിയിരിക്കുകയാണ്. ഇപ്പൊ അത് നേരെ മാറിയിട്ട് ഒരു തമിഴ്നാട് കൾച്ചർ കേരളത്തിലേക്ക് കയറി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകയിലും ഈ കൾച്ചറാണ്, ഇത്തരം കൾച്ചറുകളാണ്. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലും ചില സംസ്ഥാനങ്ങൾ ഈ അടുത്ത സമയത്ത് പരീക്ഷിച്ച് വിജയിച്ച ചില കൾച്ചറാണ്. ബീഹാറിലും ഇതുണ്ടായിരുന്നു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് വന്നിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞ തമിഴ്നാട്ടിലെ പ്രഖ്യാപനങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം, അവിടെയും നമ്മളോടൊപ്പം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ, പ്രഖ്യാപനങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം തമിഴ്നാട്ടിലോട്ട് താമസം മാറിയാലോ എന്ന് വരെ ആലോചിച്ചിരുന്നു. അദ്ദേഹം കൗതുകത്തിന് അദ്ദേഹം ഒരു രസകരമായിട്ട് എന്നോട് ഒരു നേരം പോക്ക് പോലെ പറഞ്ഞതാണ്. കാരണം അവിടുത്തെ പ്രഖ്യാപനങ്ങൾ കേട്ടില്ലേ? ആദ്യം DMK സർക്കാർ പറഞ്ഞത് എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് 5000 രൂപ വീതം അയക്കുകയാണ്. ആലോചിച്ച് നോക്കാം, തമിഴ്നാട്ടിലെ ഓരോ കുടുംബങ്ങളുടെ അക്കൗണ്ടിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നിട്ടില്ല, പ്രഖ്യാപനം വന്നിട്ട് അതിന് മുമ്പ് തന്നെ 5000 രൂപ അയക്കുന്നുള്ള പ്രഖ്യാപനം സ്റ്റാലിൻ സർക്കാർ പ്രഖ്യാപിച്ചു. അതിന് 2 ദിവസം കഴിഞ്ഞില്ല, രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ADMKയും മുൻ മുഖ്യമന്ത്രിയുമായ എടപ്പാടി പളനിസ്വാമിയുടെ പ്രഖ്യാപനം വരുന്നത്. അതും ശ്രദ്ധിച്ചു കാണുമല്ലോ. 5000 അല്ല, തമിഴ്നാട് DMK 5000 തരികയാണെങ്കിൽ ഞങ്ങൾ 10000 തരാം, 10000 രൂപ വീതം ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് തരാം, ഞങ്ങളെ ജയിപ്പിച്ചാൽ മതി, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരികയാണെന്ന്. ഇനി അവിടെ കാത്തിരിക്കാനുള്ളത് 1-2 ശബ്ദങ്ങളാണ്. BJPയുടെ ശബ്ദമാണ്. BJP ഇനി എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല. അതിലുപരിയായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നത് പിന്നെ അവിടുത്തെ വിജയിയുടെ പാർട്ടിയുടെ ഇതാണ്. അവരുടെ പുതിയ പാർട്ടി വന്നിട്ടുണ്ടല്ലോ വിജയിയുടെ, ആ പാർട്ടിയുടെ പ്രഖ്യാപനം എത്രയാണെന്നുള്ളതാണ്. DMK 5000 ആണ്, ADMK 10000 പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയ് അതിന്റെ ഇരട്ടിയോ തുകയൊക്കെ പ്രഖ്യാപിക്കത്തക്ക ശേഷിയുള്ള ആളാണ് വിജയ് എന്ന് പറയുന്നത്. അത്രയേറെ സാമ്പത്തിക അടിത്തറയും ഒക്കെ ഉള്ള ഒരു നേതാവാണല്ലോ, അല്ലെങ്കിൽ സിനിമാ നടനും കൂടിയാണ്. അപ്പൊ ഇത്തരത്തിലാണ് തമിഴ്നാട്ടിൽ ഈ കൾച്ചർ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടകം നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, കർണാടകത്തിൽ ഇത് തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുത്തെ BJP സർക്കാർ പോകാനുള്ള ഒരു പ്രധാന കാരണം കോൺഗ്രസിന്റെ വലിയ ഓഫർ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചു, ഒരുപാട് സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷെ ഇപ്പൊ ആ സൗജന്യത്തിന്റെ പേരിൽ കിടന്ന് കയ്യും കാലിട്ടടിക്കുകയാണ് സർക്കാർ. സിദ്ധരാമയ്യ സർക്കാർ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം, ആളുകളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രഖ്യാപനങ്ങളൊക്കെ നടത്താം. അവിടുത്തെ ഒരു ചെറിയ സംഭവം തന്നെയാണ്, കണ്ടില്ലേ, ബസ്സിലെ സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു കർണാടക സർക്കാർ. സ്ത്രീകള് നന്നായിട്ട് ബസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ത്രീകളാണ് കർണാടകത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് പറ്റി അവിടെ അവസാനം? അത് വന്ന് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിലാണ്. അവർക്ക് ഭീകരമായ നഷ്ടമാണ്. കാരണം ആളുകളെല്ലാം സ്ത്രീകളെല്ലാവരും ബസ്സിനകത്ത് കയറുകയാണ്. ഇപ്പൊ നമ്മളെ മറ്റേ പുരുഷന്മാരൊക്കെ കൂടുതൽ സ്കൂട്ടറും ബൈക്കും കാറും ഉപയോഗിച്ചാണ്, സ്ത്രീകളാണല്ലോ കൂടുതൽ ബസ് യാത്രക്കാരെന്ന് പറയുന്നത്. അവരെല്ലാം ബസ്സിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് സൗജന്യമായിട്ട് പോവുകയാണ്. ഇപ്പൊ അതിനുള്ള ബദൽ മാർഗം എന്ത് ചെയ്യാമെന്നുള്ളതിനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ പുരുഷന്മാരുടെ ചാർജ് ഇരട്ടിയാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് കർണാടകത്തിൽ. നോക്കുക, സ്ത്രീകൾക്ക് സൗജന്യമാക്കി കൊടുക്കുക, പുരുഷന്മാരുടെ ചാർജ് ഇരട്ടിയാക്കുക. അപ്പൊ ഇതാണ് കർണാടകത്തിൽ സംഭവിച്ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്.
അതിന്റെ മറ്റൊരു പതിപ്പ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം വരുമെന്ന് നമ്മൾ ആരും കരുതിയ രീതിയിൽ കേട്ടോ. ഇത്തരത്തിലുള്ള ഒരു വലിയ വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും പ്രഖ്യാപിക്കുമെന്ന് കരുതിയില്ല. ഇന്നലത്തെ പുതുയുഗ യാത്രയുടെ സമാപനം, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ തിരുവനന്തപുരത്ത് സമാപന വേദിയിൽ വെച്ചാണ് കോൺഗ്രസിന്റെ പരമാധ്യക്ഷൻ കൂടിയായ രാഹുൽ ഗാന്ധിയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അത് 5 ഇന പ്രഖ്യാപനങ്ങളാണ്. അതായത് പഞ്ചശരൻ എന്ന് പറയുന്നത് പോലെ 5 പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ക്ഷേമ പദ്ധതികളോ വികസന പദ്ധതികളോ ഒക്കെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അധികാരത്തിൽ വരികയാണ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ക്ഷേമ പെൻഷനാണ്. സംസ്ഥാന സർക്കാർ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് 2000 രൂപയാണ്. അത് ഞങ്ങള് 3000 രൂപയാക്കി തരാമെന്നാണ് പറയുന്നത്. 2000 രൂപ കൊടുക്കാനായിട്ട് പെടുന്ന പാട് നമുക്കറിയാം അല്ലെ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കഴിഞ്ഞ സർക്കാരിന്റെ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയം ഒരു 5-6 മാസമാണ് അതൊക്കെ ഏതാണ്ട് കൃത്യമായിട്ട് പോകുന്നത്. അതിനു മുമ്പ് വരെ അതിന്റെ അവസ്ഥ അറിയാമായിരുന്നല്ലോ. അത് 2000 രൂപ കൊടുക്കാൻ പെട്ട പാടും, അതിനെ തുടർന്ന് ഇടുക്കിയിലെ നമ്മുടെ മറിയക്കുട്ടി അമ്മ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് റോഡ് നീളെ നടന്നിട്ട് സർക്കാരിനെ അപമാനിച്ചതെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പ്രയാസം കൊണ്ട് അവർ ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലായിരുന്നു സർക്കാരിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അത് 1800 ആയിരുന്നു, 1600 ആയിരുന്നു. ഇപ്പൊ അത് 2000 ആക്കിയിരിക്കുകയാണ്. പുതിയ ബജറ്റിൽ 2000 ആക്കിയിരിക്കുകയാണ്. 2000 കൊടുക്കാമെന്നാണ് LDF പറയുന്നത്. ഇപ്പൊ UDF പറയുന്നത് അത് പോരാ, 2000 അല്ല, നിങ്ങൾക്കൊരു കാര്യം, നിങ്ങളൊരു 3000 പിടിച്ചോ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു 3000 വീതം തന്നേക്കാം ഞങ്ങളെന്നാണ് പറയുന്നത്. വോട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബസ് യാത്രയുടെ പ്രശ്നം. കേരളത്തിലും KSRTCയുടെ അവസ്ഥ നമുക്ക് എല്ലാം അറിയായിരുന്നു. മരണാസന്നയുടെ സ്വച്ഛന്ത മൃത്യു കാത്തു കിടക്കുകയായിരുന്നു. മരണാസന്നമായിട്ട് കിടക്കുകയായിരുന്നു ഒരു കോർപ്പറേഷൻ ആയിരുന്നു അത് ഒരുവിധം പച്ചപിടിച്ചൊക്കെ വരികയാണ്. പച്ചപിടിച്ച് ബജറ്റ് ടൂറിസവും പുതിയ വണ്ടികളും സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ട് അത്യാവശ്യം അതിലെ കരകയറി എല്ലാ മാസവും 10-ാം തീയതിക്ക് മുമ്പേ ശമ്പളം കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഏതാണ്ട് 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയ്ക്ക് ശമ്പളം കൊടുക്കത്തക്ക രീതിയിൽ ഗണേഷ് കുമാർ എന്നൊരു മന്ത്രി, അദ്ദേഹത്തിന് രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും വളരെ മിടുക്കനായ ഒരു മന്ത്രിയാണ്. മന്ത്രി അതിനെ ലാഭത്തിലാക്കി എടുത്തിരിക്കുകയാണ്. അങ്ങനെ അത്യാവശ്യം രക്ഷപ്പെടുത്തി എടുത്തിരിക്കുന്ന ആ വകുപ്പിലേക്കാണ് പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അവിടെ വന്നിരിക്കുന്നത് സ്ത്രീകൾക്ക്, മറ്റു കർണാടകത്തിലെ കാര്യം പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്രയാണ് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ അവസ്ഥ നമുക്കറിയാം. കേരളത്തിലും യാത്രക്കാരാണ് കൂടുതലുള്ളത്. ബസ്സുകളിനെ ആശ്രയിക്കുന്നത് കൂടുതലും വീട്ടമ്മമാരാണ്, സ്ത്രീകളാണ്, യുവതികളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രായമുള്ള ആളുകളാണ് ബസ്സിനെ ആശ്രയിക്കുന്നത്. ചെറുപ്പക്കാരൊക്കെ വളരെ കുറവാണ്. ആദ്യത്തെ പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവ്. നമ്മളൊരു ബസ്സിന്റെ കണക്ക് തന്നെ നോക്കിയാൽ ഏതാണ്ട് 40 മുതൽ 50% വരെ ഒരു ബസ് ഉപയോഗിക്കുന്ന സ്ത്രീകൾ എന്നുള്ളതാണ് പിന്നെ ഒരു ഉദ്ദേശ കണക്കെന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ സ്ത്രീകളെല്ലാം ഇനിയിപ്പോ സർക്കാർ ബസ്സുകളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയ അടുത്ത സ്ഥിതി എന്താവും? അവിടെ തന്നെ മറ്റൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ മലബാറിലാണ് കൂടുതൽ പ്രൈവറ്റ് സർവീസ് ഓടുന്നത്. അപ്പൊ പ്രൈവറ്റ് സർവീസുകാരുടെ അവസ്ഥ എന്തായിരിക്കും? എല്ലാ സ്ത്രീകളും സർക്കാർ ബസ്സിലേക്ക് കയറിയാല് മലബാർ മേഖലയിലെ തൃശ്ശൂരിന് വടക്കോട്ട് ഓടുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പൊ ആ റൂട്ടിലേക്ക് അഡീഷണൽ ബസ് ഇടേണ്ടി വരും. ഇപ്പൊ തന്നെ മലബാറിൽ സർവീസുകൾ കുറവാണെന്നാണ്. തെക്കൻ ജില്ലകളിലാണ് KSRTC കൂടുതൽ സർവീസ് നടത്തുന്നതാണ് പറയുന്നത്. അപ്പൊ ബസ്സുകൾ അടിച്ചുപൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ബസ് മുതലാളിമാരെ ബസ്സെല്ലാം എടുത്ത് ഷെഡിലിട്ട് പിന്നെ മാറി നിൽക്കേണ്ടി വരുമോ? അല്ലെ ഓട്ടോ ടാക്സി ടെമ്പോക്കാരുടെ എല്ലാ അവസ്ഥ പോകുമോ? അവരുടെ എല്ലാം പണി പോകുമെന്നുള്ളതാണ് അടുത്ത ഈ പ്രഖ്യാപനത്തിന്റെ അനന്തരഫലം എന്താണെന്നുള്ളത് അറിയുന്നത്. അല്ലെങ്കിൽ അഡീഷണൽ സർവീസ് ഇടേണ്ടി വരും. ഇതിപ്പോ ലോക്കൽ ഓർഡിനറിക്ക് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. ഫാസ്റ്റേലും സൂപ്പർ ഫാസ്റ്റിലും ഒന്നും അനുവദിക്കത്തില്ലായിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ടത് വന്നിട്ടില്ല. ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അതും നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ കർണാടകത്തിന്റെ അനുഭവത്തിൽ നോക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ സ്കോളർഷിപ്പ് വരുന്നെന്ന് പറയുന്നത്. സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും ഇനി എത്ര കണ്ട് ഇവിടെയൊക്കെ വരും. ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലേ, പെൺകുട്ടികളടക്കം ധാരാളം പേര് അതിലുണ്ട്. എത്ര കണ്ട് അതൊക്കെ നടപ്പാവും എന്നുള്ള കാര്യത്തിൽ കണ്ടറിയണം. അതേപോലെ തന്നെ വലിയൊരു സ്കീമാണ് ഇൻഷുറൻസ് പദ്ധതി. 25 ലക്ഷം രൂപയുടെ 25 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് അല്ലെ. ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ സ്കീമിന്റെ പൈസ എങ്ങനെ അടയ്ക്കുന്നത്? നമുക്കിപ്പോ ഇൻഷുറൻസ് കമ്പനികളുടെ സ്ഥിതി തന്നെ നമുക്കറിയാവുന്നതാണ്. സ്വകാര്യ ഇൻഷുറൻസ് ആണെങ്കിലും സർക്കാരിന്റെ ഇൻഷുറൻസ് ഉണ്ടല്ലോ. അധ്യാപകർക്കും അല്ലെങ്കിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉള്ള ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. അതിന്റെ തന്നെയൊക്കെ വലിയ പ്രീമിയമാണ് വരുന്നത്. വലിയ ചികിത്സാ ചെലവ് കേരളത്തിൽ വളരെ കൂടുതലാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ പ്രീമിയം ഒക്കെ എങ്ങനെ താങ്ങാൻ പറ്റും?
അല്ലെങ്കിൽ എത്ര രൂപ പ്രീമിയം വരും, ഈ പ്രീമിയം ഒക്കെ സർക്കാരിന് അടയ്ക്കാൻ പറ്റുമോ? ഇപ്പൊ 4 ലക്ഷം 5 ലക്ഷം രൂപയ്ക്കുള്ള ഇൻഷുറൻസുകൾക്ക് പോലും വലിയ പ്രീമിയമാണ് വരുന്നത്. അപ്പൊ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ എങ്ങനെ താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണ്? എന്തെല്ലാമാണ് ഇതിന്റെ കാര്യങ്ങളെന്ന് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ വരികയാണ്. പലിശ ഇല്ലാതെ 5 ലക്ഷം രൂപ വരെ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായിട്ട് വായ്പ കൊടുക്കുകയാണ്. യുവാക്കൾക്കും യുവതികൾക്കും വായ്പ വരിക എന്നുള്ളത്. ഇതിനെയൊക്കെ ഇവിടുന്ന് ഫണ്ട് നീക്കി വരുന്നതാണ്. ഈ അലോക്കേഷൻ ഇവിടുന്ന് വരുമെന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്നും കൃത്യമായിട്ട് പറയുന്നില്ല. പിന്നെ വയോജന വകുപ്പിനായിട്ട് പ്രത്യേക വകുപ്പ് ഉണ്ടാക്കുന്നതാണ്. വയോജനങ്ങൾക്കായി, പ്രായമുള്ളവർക്കായിട്ട് പ്രത്യേക വകുപ്പുകൾ ഉണ്ടാക്കുന്നത്. പിന്നെ ന്യായമായ കാര്യമാണ്. വയോജനങ്ങളാണോ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന അത്തരം ആളുകളാണല്ലോ. ചെറുപ്പക്കാര് പിള്ളേരൊക്കെ നാട് വിട്ടുപോയി. അപ്പൊ അതുകൊണ്ട് വയോജനങ്ങളുടേത്, അത് രാഷ്ട്രീയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാം ഒരു 60-ന് മുകളിലാണ്. എബോവ് 60 ആയതുകൊണ്ട് വയോജനങ്ങൾക്ക് ഒരു വകുപ്പ് ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണ്. രാഷ്ട്രീയക്കാർക്കും കേരളത്തിലെ മറ്റാളുകൾക്കും വലിയ സഹായമായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനൊക്കെ പണം കണ്ടെത്തണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഇത് പ്രഖ്യാപിക്കാം. ഇനിയിപ്പോഴേ UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും കേരളത്തിന്റെ ധനമന്ത്രി എന്നുള്ളതാണ്. ധനവകുപ്പ് ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇപ്പൊ രാഷ്ട്രീയ ഇന്നലെ തൊട്ട് വരുന്ന ഒരു സംശയകരമായ ഒരു ചോദ്യം അതാണ് വരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഏറ്റെടുക്കാം. മുഖ്യമന്ത്രിക്ക് തന്നെ ആയിരിക്കും ആഭ്യന്തരം എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ധനവകുപ്പ് ആരേറ്റെടുക്കും? കാരണം ഏറ്റവും കൂടുതൽ പഴിദോഷം വരെ കേൾക്കാൻ പോകുന്ന ആ വകുപ്പിലാണ്. ഇതൊന്നുമില്ലാഞ്ഞിട്ടും, ഇത്രയൊന്നും വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇല്ലാഞ്ഞിട്ടും ഇടതുപക്ഷ സർക്കാരിലെ ഇപ്പൊ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നേരിട്ട വകുപ്പ് നമ്മുടെ ധനമന്ത്രി ബാലഗോപാലായിരുന്നു കഴിഞ്ഞ ഈ സർക്കാരില്. കടങ്ങള് നമ്മുടെ കിട്ടാതെ, കേന്ദ്ര ഫണ്ടുകൾ കിട്ടാതെ വരിക, കിട്ടിയ ഫണ്ടുകൾ ശരിയായിട്ട് ഉപയോഗിക്കാതെ വരിക, എത്ര തവണ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോയി. നമ്മുടെ സംസ്ഥാനം തന്നെ എത്ര തവണ ഓവർ ഡ്രാഫ്റ്റിൽ പോയതാണ്. അതെല്ലാം ഒന്ന് നികത്തിയെടുക്കുന്നതിനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്ത് മാർച്ച് കഴിയുമ്പോൾ അറിയാം കേരളത്തിന്റെ ധനസ്ഥിതി എന്താണെന്നുള്ള കാര്യത്തിൽ വലിയ കടമാണ് കേരളത്തിൽ നിൽക്കുന്നത്. ഇതൊക്കെ എങ്ങനെ മേക്കപ്പ് ചെയ്ത് എടുക്കുമെന്നുള്ളത് അറിയത്തില്ല. അതേപോലെ തന്നെ ശമ്പള പരിഷ്കാരം വരുന്നു. ഇപ്പൊ DA കുടിശ്ശികയുടെ കാര്യത്തിൽ ഉണ്ടാകാവുന്ന വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് വരികയാണ് കേരളം. ഈ പറയുന്നത് ഏത് മുന്നണി ഭരിച്ചാലും ധനവകുപ്പ് ഏറ്റെടുക്കുക എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധനമന്ത്രി എന്ന് പറയുന്ന ആളെന്ന് ഒരു പക്ഷെങ്കില് ഏറ്റവും വലിയ, നമ്മൾ പറഞ്ഞില്ല ഈ മലയാള ഭാഷയിൽ മറ്റൊരു വെച്ചാൽ കുരിശായിട്ട് മാറും. അങ്ങനെ കുരിശ് ചുമക്കുന്ന ആളാരാണ് നമ്മളൊരു അങ്ങനെ ഒരു ലോക്കൽ ഞാൻ പറഞ്ഞതാണ് ആ വാക്ക്. അതാരായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. അപ്പൊ നമ്മൾ പ്രഖ്യാപിക്കുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല. നേതാക്കന്മാർക്ക് പ്രഖ്യാപിക്കാം, 1000 തരാം, 1000 എന്നുള്ളത് 2000 തരല്ലേ, 3000, 4000, 5000 എന്നൊക്കെ പറഞ്ഞേച്ചു പോകാം. പക്ഷെ ഇതെങ്ങനെ നടപ്പാകുന്നതിന് എന്ത് മാർഗമുണ്ട്? നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ മദ്യവും ലോട്ടറിയുമാണ്. ഇപ്പൊ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ ഒരു ഇപ്പൊ നിലവിലുള്ള ബാറുകളുടെ ഒരു 10 ഇരട്ടി ബാറുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിവറേജസ് തുടങ്ങിക്കഴിഞ്ഞാൽ പോലും രക്ഷപ്പെടാൻ പോകുന്ന അവസ്ഥയിലേക്ക് അല്ല നിൽക്കുന്നത്. അല്ലെങ്കിൽ ലോട്ടറി തന്നെ വാങ്ങിക്കാനുള്ള ശേഷി വേണമല്ലോ. ഇതല്ലാതെ വേറെ എന്താ വരുമാനമുള്ളത് സംസ്ഥാനത്തിന്? വലിയ ബാധ്യത വരും. എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ, നമ്മൾ പറഞ്ഞില്ലേ, പ്രഖ്യാപിക്കുന്നതിന് രാഷ്ട്രീയക്കാർക്ക് പ്രശ്നങ്ങളൊന്നും, പക്ഷെ നടപ്പാക്കുന്ന ഒരു കാര്യം കൂടെ, ഇത്തരം കാര്യങ്ങൾ ഒരു ആലോചന വേണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ UDF ആണ് ഭരിക്കാൻ പോകുന്നതെങ്കിൽ ധനവകുപ്പിന്റെ ചുമതല ആരേറ്റെടുക്കും? അതുകൂടെ നേരത്തെ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് ഇക്കാര്യത്തിലൊരു അഭിപ്രായമായിട്ട് തോന്നുന്നത്. എന്തായാലും രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ എങ്ങാനും UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ധനവകുപ്പ് ചുമക്കുന്നയാളാണ് കുരിശ് ചുമക്കാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷെ അധികാരത്തിൽ എത്തുമോ എന്നത് ചോദിക്കേണ്ടുന്ന ഒരു വലിയ ചോദ്യമാണ്. കാരണം ഇത്തരം വളരെ ഫോൾസ് ആയിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളാണ്. എങ്ങനെയൊക്കെയാണ് ഇത് കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുക എന്നത് ഏതൊരു സാധാരണക്കാരനും ഇന്നത്തെ അവസ്ഥയിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇതിനൊക്കെയുള്ള പണം എവിടെ എന്ന് തന്നെയാണ് ചോദ്യം. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ചോദിച്ചത്, ഇനി രാഹുൽ ഗാന്ധിയുടെ തന്നെ വേണ്ടപ്പെട്ട ആരെങ്കിലും, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണോ അദ്ദേഹം അതേ വാഗ്ദാനം കേരളത്തിൽ വന്ന് പറഞ്ഞത് എന്നതും അറിയില്ല. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.